മുടി പടത്തിട്ട് വെക്കണോ? വിളിച്ചോണ്ടാണോ? ഫോൺ എടുക്കണ ചേട്ടാ. അയ്യോ അമ്മ പൊന്നിന് ഉമ്മ ഉണ്ടല്ലോ. ചേച്ചിക്കും കൂടെ ആ കൊടുത്തേക്കാം. ചേച്ചി തരണ്ടേ എനിക്ക് ഉമ്മ? ചേച്ചി ഉമ്മയും പാപ്പയും തരികല. കോഴിയെ പിടിക്കാനാ. അവിടെ അല്ല, ആ കോഴിയല്ല, നമുക്ക് വേറെ കോഴി കിട്ടും കേട്ടോ. വൈകിട്ട് വരുമ്പം കാണാവേ. പൊക്കെ വൈകിട്ട് വരുമ്പോൾ നമുക്ക് വേറെയും കോഴീനെ കാണാം. കോഴിയുടെ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, ഇനി ഇടണം. പിടിക്കൊന്നും വേണ്ട, മഴയൊന്നുമില്ല. വാടി പിടിക്കേണ്ടൊന്നും ആവശ്യമില്ല ഇപ്പം. ഞാനിതെല്ലാം കൂടെ അങ്ങനെ പിടിക്കാനാ. മഴയില്ല, ഉണങ്ങി കിടക്കുക. ഇപ്പം മെഴുത്തൊന്നുമില്ല. പിന്നെ പിടിക്കുന്നതിനാ ബസ്സോ? ആ ചോറല്ല ചേച്ചി ഇട്ട ഒന്നുമില്ല. കുറേ ക്ലാസ് ഉണ്ട്. എക്സസൈസ് ഇത് തിരക്കാണല്ലോ. അപ്പ എന്റെ ജീവിതത്തിൽ ആണല്ലോ. കൊട എടുക്കണേ നാരായണി. ബസ് നേരത്തെ ഇവിടുന്ന് പോയില്ലല്ലോ. വെള്ളം എടുത്തില്ല കേട്ടോ, നീ ആ വെള്ളം കൊടുത്തേക്ക്. കഴിച്ചോ? എന്താ കഴിച്ചേ? ആ പറഞ്ഞ എന്നും ദോശ കണ്ടത് ഉണ്ടോ? ചോറ് കറി വാ. ഞാൻ സ്കൂളിൽ പോവാ. കറിയൊന്നുമില്ല, വെന്തില്ലായിരുന്നു. ഞാൻ പഞ്ചസാര ഇട്ട് കഴിച്ചു. ഒരെണ്ണം കഴിച്ചു. ചോറും നാളെ ഇല്ലല്ലോ. നാളെ ഞാനും ഇല്ലേ, തിങ്കളാഴ്ച കാണാവേ. അപ്പൊ ക്ലാസ് ഉണ്ടോ? നാളെ ഇല്ല. ചേച്ചി എന്ത് ചെയ്യും? ഉണ്ടോ? ഒന്ന് ശരി പൊക്കോ കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ല. ഇല്ല. നാളെ ഉണ്ടോ? ഇല്ല. കുഞ്ഞു കുഞ്ഞു എന്നടി അതെ തിരിച്ചു കഴിച്ചില്ല മോനെ. അപ്പം അപ്പം കടല കടല നിന്നെ കണ്ടില്ലെങ്കിൽ വിഷമമാണ്. എന്നും കാണുന്നതുകൊണ്ട് വിജയമ്മ പറയുക ചേച്ചിയോട്. നിന്നോട് ഇത് ചോദിക്കല്ലോ നീ പറഞ്ഞു വിട്ടിട്ടില്ലേ? നീ പറഞ്ഞാൽ കേൾക്കുകയല്ലേ? ആദ്യത്തെ ഒരു ദിവസം മാത്രം പറഞ്ഞാൽ കേൾക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞാ
വിജയമ്മനെ നിന്നോടത് ചോദിക്കല്ലെന്ന് പറഞ്ഞിട്ടില്ല ജയ. ഞാൻ ജയ വരട്ടെ പറയാം. ജയോട് പറഞ്ഞു കൊടുക്കാം നീ ചോദിച്ചെന്ന് എന്താ എന്നാ ഉണ്ടാക്കിയെന്ന്. അല്ല ഞാൻ എന്താ ചോദിച്ചേ കഴിച്ചതാണ് കഴിച്ചോന്നാണോ ചോദിച്ചേ? അത് കുഴപ്പമില്ലേ? അമ്മ വിജയമ്മ വെട്ടി ചമ്മന്തി രാവിലെ ദോശ ഉണ്ടാക്കി സാമ്പാറും ദോശയും സാമ്പാറും മതിയോ? മതി. വിജയമ്മ പുട്ടും കടലയും ഉപ്പുമാവ് കടയും ശ്രദ്ധിച്ചില്ല. നീ പറയൊന്നും വേണ്ട, നീ പോകാൻ നോക്ക്. വിട്ട് ഞാൻ പറയട്ടെ പുട്ട് ഉപ്പുമാവും കടലയും പിന്നെ വീട്ടിൽ പുട്ടും മതിയോ? മതിയോ? മതി മതി. ഓക്കെ മതി മതി മതി. പുട്ടും മതിയോ? എന്നാ എന്നാ വിഷയന്നാ? പോകണ്ട ഇന്ന്? ക്ലാസ് ഉണ്ടോ? ക്ലാസ്സില്ലേ? ഇന്നുണ്ട്, നാളെ ഇല്ല. ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് ക്ലാസ്സുണ്ട്. ചേച്ചി പോയോ? ഇല്ല പോയില്ല, അവള് പുറകെങ്ങാണ്ട് വരുന്നേ ഉള്ളൂ. ചേച്ചി പോയേ? പോയാ? എന്നാ പോയി. എന്നാ പോയി. ചേച്ചി വന്നില്ലല്ലോ. ഇല്ല. ചേച്ചി അപ്പൊ ചേച്ചി എവിടെ? ചേച്ചി എവിടെന്നാ? നീ എൻ്റെ പണി നോക്കടി ചേച്ചി. പോയോ? പോയോ? വന്നോ? വന്നോ? പോയോ? ആ പോയി. ചേച്ചി വിളിക്കേ? ചേച്ചിയൊക്കെ വിളിച്ചു. അതിനകത്ത് കുടയുണ്ടോ? വെള്ളം അവിടെ കുടിക്കാൻ കിട്ടുമല്ലോ അല്ലേ? രണ്ട് കയ്യിലിട്ടത് ചുമ്മാ ഒരു കൈക്ക് വേദന. അപ്പോൾ പോട്ടറാ. മാച്ചെടുത്തില്ലല്ലേ? ബാഗിലോ? ബാഗ് വെക്കാനാണോ വച്ച്? ആ എന്താ ഐറ്റ് പോണത്? മാച്ചെടുത്ത് ബാഗിനകത്ത് പോകാം. പട്ടി അഴിച്ചു വിടുന്നതിന് മുന്നേ എന്നാടാ സുന്ദര എൻ്റെ അമ്മ എനിക്ക് ഇനിയും പോകണം. ഇന്ന് കോഴിയെ കിട്ടും. പോയോ? ഇന്ന് കോഴിയെ കിട്ടുന്നതുകൊണ്ട് ഞാൻ നേരത്തെ ചേട്ടാ ഇപ്പം അമ്പലത്തിൽ പോയ വഴി കൊച്ചിനെ വിട്ടിട്ട് അമ്പലത്തിലും പോയി അങ്ങോട്ട് പഞ്ചായത്തിലോട്ട് പോകും. അപ്പം ഞാൻ പഞ്ചായത്തല്ലോ മൃഗാശുപത്രിയുടെ അങ്ങോട്ട് എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് കോഴിയെ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ കോഴിയും കൂടെ ചേട്ടാ ഇങ്ങ് പോരും. ഞാൻ ഏന്തിയാറിനും പോകും. നിന്റെ ബസ് വന്നു. ഇതെന്നാ നേരത്തെ? അടച്ച ആ നാരായണി അതിലെ കൂടെ പോയോ? പോന്നോ ഇങ്ങോട്ട്? ആ ശരി. ആ ക്യാമ്പോടെ വേണ്ടി വന്നു അവൾ പോയി. ആ
ഷാമ്പൂടെ ഒക്കെ വണ്ടി വന്ന് പോയി. എന്നിട്ടാണോ നീ വരുന്നത്? നമ്മളെ വണ്ടി ഇങ്ങോട്ട് വരികയല്ല, അപ്പുറത്തെ സ്കൂളിൻ്റെ അവിടെ. എന്നാ ഒന്നുമില്ല ഇമ്മ എങ്ങോട്ടാ? വണ്ടി ഓടിക്കുന്ന ആ ആ ആ അണ്ണി ഒന്ന് കാണാം. സാധനം തരാന്ന് പറഞ്ഞു ചോദിച്ചു. അങ്ങോട്ട് പോകേണ്ടി വന്നു. കോഴിയെ കിട്ടുന്നുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ മേടിച്ച അമ്മയൊക്കെ കിട്ടുന്ന കൂട്ടിക്ക പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം മറ്റേ ഉദ്ഘാടനം, റോഡിൻ്റെ ഉദ്ഘാടനം കാണുന്നത് കൂട്ടിക്ക പഞ്ചായത്ത്. അവിടെ കോഴി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ആൾക്കാർക്ക്. ഇത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ മുണ്ടക്കയം പഞ്ചായത്തിൽ വന്നപ്പോഴത്തേനും 10 കോഴി 100 രൂപ. അങ്ങനെ ഈ ആ 100 രൂപയൊക്കെ എങ്ങനെ പോകുന്നതായിരിക്കും എന്ന് ആർക്കറിയാം. അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ. ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ മറ്റേ പഞ്ചായത്തുകാർ മേടിക്കുകയല്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്ന കൊക്കയാർ ഗ്രാമപഞ്ചായത്ത്. ഇത് ഇടുക്കിയിലാണല്ലോ ഈ പാവം. കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ ഒരു പരിചയമുള്ള ടീമുണ്ടായിരുന്നു. ഫുള്ള് അവിടെ അവർ പൈസ മേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലമ്പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഫോമും കാര്യങ്ങളുമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം. അല്ല അവിടെ ഇതിൻ്റെ എവിടെ കൊണ്ട് കൊടുക്കണമെങ്കിൽ കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ വീടുകളിൽ നിന്നൊക്കെ ഇതിൻ്റെ സംഭവം എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതിന് അവർ 10 രൂപ വെച്ച് മേടിക്കുമായിരുന്നു. അതായത് 5 കോഴിയാന്ന് തോന്നുന്നു 50 രൂപ അങ്ങനെ മേടിക്കുമായിരുന്നു. ഇവിടെ ഒന്നും അതിൻ്റെ ആവശ്യമുള്ളതല്ല. പക്ഷേ ഇവരൊക്കെ മേടിക്കും, എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും. ഒരാളുടെയും നല്ലല്ലോ, കുറേ പേരുടെയും നാമത്തിന് എത്ര രൂപ ആവും? നമ്പർ 8:30 ആകുമ്പോൾ ഇവിടെ വരാനാണ് പറഞ്ഞത്. നമ്മളേക്കാളും കൊച്ചിനെ വിട്ടിട്ട് 8 മണിയാകുമ്പോൾ വരുന്നൊരു സമയമാണ്. പിന്നെ 8:30 വരെ വെറുതെ കയറിപ്പോയിട്ട് വരണ്ടേ.
താമസിച്ചു പോയി. ചേട്ടാ അവിടെ പോയി ക്യൂ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒഴിയാൻ പിടിക്കാൻ. ഞാനിനി ചെല്ലണം. ഓടാനൊന്നും വയ്യപ്പോ. ഫാസ്റ്റ് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയാൽ മതി സാധനത്തിന്. ഇല്ലെങ്കിൽ ഓരോ ഫോട്ടോ നോക്കാം. അവിടെ കൊണ്ടിട്ട പാടാണ് വെയിലത്ത്. അങ്ങോട്ട് പോയില്ലായിരുന്നു, അവരെന്നാ പറഞ്ഞ എടുത്തില്ലല്ലേ? ആ അത് സാരമില്ല, നമുക്ക് നോക്കാം. ഇടയ്ക്ക് വന്ന് കയറുന്നത് ആണുങ്ങൾ ഒരു വിഷയമില്ല. दस मुर्गी है, आराम से विजिट देना. 28 അത് തുറന്നു പിടിച്ച് നോക്കിക്കൊണ്ട് അവരുടെ പെട്ടി അടച്ചു കൊടുക്കണം. ഇതുപോലെ ബഹറിന്റെ കൈ മുറുകി നിങ്ങൾക്ക് അടച്ചു തരും. നിങ്ങൾ പെട്ടിയെ കയറി പിടിക്കണ്ട, നിങ്ങളെ പെട്ടി അവിടെ വെച്ചിട്ട് മാറി നിൽക്കുക. അവരിട്ട് തരും കേട്ടോ. നിങ്ങൾ കയറി പിടിക്കുക ഒന്നും വേണ്ട. നിങ്ങളുടെ ഫോട്ടോ കൊടുത്താൽ മതി. 29 അതുണ്ട് പിടിച്ചോ. 30 31 32 നമ്മുടെ കഴിഞ്ഞ വർഷം 5 40
ചേച്ചിയുടെ പത്തെണ്ണോ ഒരാൾക്ക്? ആ, ഞങ്ങളവിടെ അടുത്തുള്ള ഒരു പുള്ളിക്കാരുടെ കൂടെ മേടിച്ചു. അല്ല ഇവിടെ ഇങ്ങോട്ട് പോ. അതാ വീട് വലയിട്ടേക്കുന്ന ഇത് 50. ഓ ആ ശരി. ഒറ്റയ്ക്ക് പണി നടക്കുകയില്ല. മൊത്തം 20 എണ്ണം ഉണ്ട്. പക്ഷെ തീരെ കുഞ്ഞുങ്ങളാണ് ചിലത് മറ്റേതിനെക്കാട്ടിലും കൊണ്ട് രോമം പോലില്ല. ഇതായിട്ടുണ്ട് കൂട്ട് നീട്ടി വെക്കുക. എത്ര മനുഷ്യരോടൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു. വെളിയിറങ്ങുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. പിന്നെ ക്യാമറ കയ്യിലുള്ളപ്പം എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പാകപ്പിഴകൾ കാണും ഞാൻ എടുക്കുമ്പോൾ. വെറുതെ എന്നതിനാ വരുമ്പോൾ എടുക്കാതിരിക്കുന്നതാണ്. പിന്നെ ഇന്ന് ക്യാമറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കുക. വീട്ടിലേക്ക് പോവാം. ആ 12, 51, 51. അനുമോക്ക് ഗ്യാസ് തീർന്നു. അവരിന്നലെ വന്നപ്പോൾ രാത്രി കുട്ടിയായിട്ട് വന്നു. എന്റേത് 50 ദിവസമായി. എനിക്ക് 45 ദിവസത്തേക്ക് ഉള്ളായിരുന്നു. അപ്പൊ എന്റേത് ഇതുപോലെ ഒരുമാതിരി മണം അടിക്കുന്നത്. അപ്പൊ മനോജ് ഇന്ന് പോയി അത് എടുത്തോണ്ട് വന്ന് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് പിന്നെ അന്നേരം എന്നെ ചെയ്യും. ഒറ്റ പോക്കിന് 2 എണ്ണം എടുക്കുവാണെങ്കിൽ എന്നോട് കുറ്റി വാങ്ങിച്ചു. എന്റെ കുറ്റി അനുവിന്റെ അടുത്തുള്ള ഒറ്റ കുറ്റിയേ ഉള്ളായിരുന്നു. അപ്പൊ എപ്പോൾ തീർന്നാലും കുറ്റി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ അടുത്തത് കിട്ടും. നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്റെ ബുക്ക് ചെയ്തിട്ടേക്കാം. അത് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചോ? ഓടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 6500 കൊടുത്തൊരു ജീപ്പ് വാങ്ങിച്ചു. ഇത്രേ ഉള്ളൂ സംഭവം. റിമോട്ട് കൺട്രോളില്ലേ? അത് കയറി നോക്കി. ആദ്യം കയറിക്കോ. ആദ്യം ഇങ്ങോട്ട് കേറിക്കോ. ഇതുപോലെ തന്നെ സംഭവം. എന്നിട്ട് പിന്നെ ഈ ജീപ്പിന് മറ്റേ സാധനം ഇങ്ങനെ പുറകെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതും ഫ്രണ്ടിലൊരു ഇതും ഉണ്ടല്ലോ. അത് രണ്ടും കൂടെ വേറെ വ്യത്യാസം വന്ന കാറും ജീപ്പുമല്ലോ ഒരുപോലെ. ഇത് തന്നെ സംഭവം. കേറിയിരുന്നേ മോനെ. കേറിയിരുന്നേ. ആദ്യം കൂടെ കയറുക. വണ്ടി ഒന്ന് ഓടിച്ചാ മോനെ. വണ്ടി ഓടിക്കും. ബാറ്ററിയാണോ? അത് ബാറ്ററി ഉണ്ട്. കരണ്ടയിലും കുത്തും. രാത്രി 11 മണിയായപ്പോ തന്നെ റോഡിൽ കൂടെ ആരും ഉണ്ടായിരുന്നു. അവനാ പട്ടിയാണ്. കോഴിയെ കിട്ടിയിരുന്നേ. എങ്ങനെ കൊണ്ടുവന്നു?
കോഴീനെ കൂട്ട വിളിച്ച് ഒരു കവറിനകത്തിട്ടുണ്ട്. ഇതിനകത്തിട്ടോ? ആ ഇത് മതിയല്ലോ അല്ലേ കൂട്? ആ അത് ആ മതി. വേറെ ഉണ്ട്, അതിനകത്തോട്ടും ഇടാം. എത്ര രൂപ ആദ്യം കൊടുക്കണമായിരുന്നു? 500? 100. ഏതോ ഒരെണ്ണത്തിന് 100? അല്ല, മൊത്തം 10 എണ്ണത്തിന്. കുടുംബശ്രീ വഴിയുള്ളതാണ്. നടന്നു പോയി. ആ ഞാൻ മേടിക്കും. ഇത് പിന്നെ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലായിരുന്നു, അതൊക്കെ ഞാൻ പിന്നെ പിടിപ്പിച്ചതാണ്. സ്പീഡ് കുറവാണ്, ഓടുമായിരുന്നു. ഓടുവോ? അല്ലാതെ ഓടുവോ? തള്ളിയാൽ ഓടുവോ? ഓടിക്കൊണ്ടിരുന്നതാണ്. തള്ളിയാൽ ഓടും, അതല്ല അല്ലാതെ ഓടുമായിരുന്നു. കൊണ്ട് 6500 രൂപ ദീപാവലി ഓഫർ അല്ലായിരുന്നു? ആ ഇനി പോകാം പോകാം. നാളെ വരാം. നാളെ ഉണ്ടല്ലോ, നാളെ ശാമ്പുടിയാണ്. ഒന്നുമില്ലേ? നാളെ വരാവേ. അവള് വന്നിട്ടുണ്ട്. ആ ആ ആ ഇതടിച്ചോളൂ. ആ അതടച്ചോ. ആ എന്നാ മേ നല്ല വെയില്. ഇത്ര ദിവസം മഴയായിരുന്നു. നേരത്തെ പോകണമെങ്കിൽ എന്നാ അവിടെ കൊണ്ട് വിട്ടേച്ച് പോക്കോ. ഞാൻ പതുക്കെ തുടച്ചോളാം. അല്ല, ഞാൻ ഓർത്ത് അവളെ അതാ ഒരുങ്ങി അവളെ വിട്ടിട്ടേ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോകാൻ ഓർത്തിട്ടായിരുന്നു. പോവാം. നല്ല വെയിലാട്ടോ. കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരണം ഇനി. പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ടത്തേക്ക് ഇന്നലെ രാവിലെ ചോറായ കൊണ്ട് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അതിന് കോഴിയെ മേടിക്കേണ്ടതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങ് മുണ്ടക്കയത്ത് വന്ന് കോഴിയെ മേടിച്ച് കോഴിയും ചേട്ടാനെയും അങ്ങോട്ട് പറഞ്ഞ് വിട്ട് ഞാൻ ഇങ്ങ് പോന്നു. രാവിലെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. ഇവിടെ നേരത്തെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ശാമ്പവി അലമ്പാകും. ശാമ്പവി എന്നല്ല, നാരായണി അതെ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ കഴിക്കാൻ കിട്ടിയാൽ പിന്നെ ആർക്കാ ദേഷ്യം വരും. അതുകൊണ്ട് നേരത്തെ പോകണം. ഒരു കീരി ദൈവമേ, 2 പേര് കൊള്ളാലോ. ഇവരെപ്പോഴും സെറ്റായിട്ട് നടക്കുള്ളൂ. നമ്മുടെ വീട്ടിലുണ്ട് 2 എണ്ണം. ഫാമിലിയാണ്, 2 ഒന്നുമല്ല. അപ്പനും അമ്മയും 2 മക്കൾ. അമ്മയ്ക്ക് പോകുന്ന പോക്കേ അങ്ങനത്തെ കീരിയെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ എവിടെ നോക്കിയാലും കീരിയാണ്, കീരിയോട് കീരി. ബസ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നാരായണയുടെയൊക്കെ സ്കൂള് വിട്ടിട്ടുണ്ട്. അവൾ പിന്നെ സ്കൂൾ ബസ്സിനായതുകൊണ്ട് അവിടെ നിന്നാണ് വരുന്നത് കൊച്ചിൻ്റെ ബസ്. നാരായണ മിക്കവാറും ഉള്ളിലെ കൂടെ പാസ് ചെയ്ത് പോകുന്നതായിരിക്കും. ചേച്ചി, ഇതെന്താ ഇതെന്താ ഇങ്ങോട്ട് വായിക്കേ. വണ്ടി നിർത്തിക്കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ നീ അതിനങ്ങനെ നിൽക്കരുത് കേട്ടോ. ഡ്രൈവർ കാണുന്നില്ല കേട്ടോ. അതിൻ്റെ കീഴെല്ലാം അങ്ങനെ പോയി കാല് വെച്ച് പോയാലോ. ചെയ്യല്ലേ. നമുക്ക് ഈ കുടയെ നിർത്താം. ഇപ്പം തരാം. ആ കുടയെ നിർത്തോ. ഈ കുട ഇത്
ഈ ബാഗ് അവിടെ വെക്കാം, നമുക്ക് കടയിൽ പോകാം. അയ്യോ, ബാഗ് നമുക്ക് ഈ സൈഡ് വെച്ചേക്കാം. ഇല്ലേ, ഒരു 10 കിലോ ഉണ്ട്. ഇത് ഒരു 10 കിലോ, 8 കിലോ. ഡാൻസ് പ്രാക്ടീസ് ഉണ്ടോ? അതിൻ്റെ ആണിത്. വെയിലത്ത് പോകുന്നെങ്കിൽ ബാ കുട തരാം. ഇതെൻ്റെ ദൈവം, ഇതെങ്ങനെ ബട്ടൺസ് ഒക്കെ ഇട്ടേക്കുന്ന യൂണിഫോമിൻ്റെ കേട്ടോ. പറയരുതെന്ന്. നീ വലിയ കൊച്ചൊക്കെ ആയി കഴിയുമ്പം പണ്ട് സ്കൂളിൽ നിന്ന് വന്നേ ഇതുണ്ടല്ലോ, മാറി മോനെ, സ്കൂളിൽ നിന്ന് വന്നേ അപ്പോൾ കാണണമെന്ന് പറയുമ്പം അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സിനോട് പറയും, എടി നീ ചാലെടുത്ത് നോക്ക്, ഞാൻ അന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇതേ മിഠായി ഇങ്ങനെ കാണിച്ചാ, മിഠായി ജെല്ലി. ഇത് കാണുമ്പോൾ അപ്പം നാണോ നിനക്ക്? അയ്യേ, ഞാനന്ന് മിഠായിയൊക്കെ തിന്ന് അയ്യപ്പോ എനിക്ക് വയ്യ. ഓ, ഞാൻ ചെല്ലുന്നു പോരുന്നു. ഓക്കെ, ടൈമില്ല. പെട്ടെന്ന് ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണം. ശാമ്പു വരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി അവിടെ 6 മണിയാകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? 4 കഴിഞ്ഞു. അപ്പോൾ വേഗം ചെല്ലണം. ഓക്കെ, ബാ. നീലാഞ്ചല മിഠായി അധികം തിന്നണ്ട, അഴുക്കടാ. വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന പോലെ. പണ്ടൊക്കെ ആൺപിള്ളേരായിരുന്നു ഇതുപോലെ സ്കൂളിൽ നിന്ന് മുഷിഞ്ഞ് വരുന്നത്. ഇപ്പം പെൺപിള്ളേരും കണക്കാ. ആൺപിള്ളേരെ വെല്ലും പെൺപിള്ളേർ. ആ, ഇൻസ്റ്റാഗ്രാം കാണുക ചിരിക്കുക, ഇൻസ്റ്റാഗ്രാം കാണുക ചിരിക്കുക. കാണാൻ പറ്റത്തില്ല, ശബ്ദം കേൾക്കുന്ന വഴിയാണ്. പപ്പയുടെ പോവാന്ന് പറഞ്ഞാലും പപ്പായേ പോവാണേ ഇല്ല. എവിടെ പോവാ? ഇവിടം വരെ. വീടല്ലേ ഇത്? നേരെ നടന്നു അല്ലെങ്കിൽ ഇപ്പോൾ പോകും. ഞാൻ എന്തെങ്കിലും എടുക്കാൻ മറന്നു. ഫോണ് ഇല്ല. കിസ് മീ, ക്ലോസ് യുവർ ഐസ്. ഇല്ല, ഈ പ്രാവശ്യം നല്ല കിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പോവാണേ, എന്നിട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കോ. പോകുന്ന കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ടാറ്റ, പൊക്കോ. ഓക്കെ, വലിയ കോഴീനെയും കുഞ്ഞു കോഴികളെയും കയറ്റി, പിന്നെ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്ന കോഴികളെ ഒന്ന് അഴിച്ചു വിട്ടു. പക്ഷെ അമ്മമാർക്ക് തിന്നാനറിയത്തില്ല. നിലത്തുനിന്ന് എന്തൊക്കെയോ കുത്തി തിന്നുന്നുണ്ട്. ഞാൻ അവിടെ തീറ്റ വെച്ചിട്ട് അത് കഴിക്കുന്നില്ല. പയ്യെ കഴിച്ചു തുടങ്ങി വരണം. ചിലതിൻ്റെയൊക്കെ ദേഹത്തൊരു രോമം പോലും ഇല്ല കേട്ടോ. പെട്ടെന്ന് അടച്ചോ.
വല്ല ആവശ്യമുണ്ടോ? ആണോ? ആ ആ അഴിച്ചു വിട്ടാ സീനല്ലേ? ഇതുവരെ വിട്ടിട്ടില്ല അഴിച്ച്. നോ പിടിച്ചേരി ഇതൊക്കെ പോട്ടെ. ഇത് വേണം. മറ്റേ ആദ്യത്തെ നമ്മൾ കൊണ്ടുവന്ന ഞങ്ങൾ ആ താഴത്തെ ഇതിനകത്തിട്ടു. തീരെ കുഞ്ഞുങ്ങളാണ്. ഇതിലും വലുതായിരുന്നു നമ്മൾ കൊണ്ടുവന്ന മറ്റേതൊക്കെ. ഇട്ടുപോയോ? അപ്പയോ? ഞാൻ പറയാം. അപ്പ ഇവിടുന്നില്ല. അപ്പേ എന്റെ ക്യാമ്പ് അവിടെ അല്ല. അപ്പയോ? ബാ, അപ്പൊ അത് വീട്ടിലുണ്ട്. ബാ, അത് കുറെ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പയ്ക്ക്. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. ബാ, ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുക. കോഴിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിട്ടേ. കേക്ക് ആ മേടിച്ചു. അപ്പം മേടിച്ചു. അഴിച്ചു വിട്ട്. നീ അറിഞ്ഞോ? എന്നിട്ട് അതിനെ തീറ്റിക്കുക. അവിടെ അല്ല, അതല്ല വീട്. ദൈവമേ, വീട് മാറിപ്പോയി. ശരി, ഇങ്ങോട്ട് അപ്പം ഇല്ല. നമ്മുടെ തോന്നി ദിവസം കാണിക്കണം. കയറിക്കേ. വടിയും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. ആ എന്നാ പോക്കെ. അത് ശർക്കര. ബാ കയറിപ്പോ. ശർക്കര പാനിയൊന്നും അല്ല. ബാന്ന് കയറിപ്പോക്കെ. ശർക്കര എന്നത്തിനാ? ചുമക്കൊക്കെ എടുക്കുകയല്ലേ ഉള്ളിയുടെ കൂടെ. ചമ്പൂട്ടോ കയറിപ്പോക്കോ. വെള്ളമൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം, കുടിക്കാം. ചേച്ചി ഒന്നുമില്ല. ബാ, ചേച്ചി ഇന്ന് വൈകിട്ട് നേരത്തെ പോയി. അപ്പം ഉണ്ടെങ്കിൽ മടുക്കത്തില്ലേ? തെറാപ്പി ഉണ്ടായിരുന്നു ഇന്ന്. കയറി വാ, കയറി പോടെ. ഇറക്കാം, കയറ്. ആ എന്നാ വടി ഇങ്ങോട്ട്. ആ ഇതല്ലേ നല്ല ഒന്നാന്തരം പടിതേ കിടക്കുന്നു. എന്നാ കയറ്. പതിയെ കയറിയാൽ മതി. എന്ത് ഇങ്ങോട്ടല്ല. വാടാ പോടാ. അപ്പം കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റിക്ക് വന്നു. പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയേ. അവരെ അഴിച്ചു വിട്ട് എന്നിട്ട് അവരെ തീറ്റിക്കാണ്. ഓ എന്താ പൊന്നോ, എന്താണ് ഒരു അസ്തമയം. അതാണ് കണ്ടോ, അതാണ് അസ്തമയം. അടിപൊളി. ശാമ്പൂവി അങ്ങോട്ട് പോകുമ്പോൾ പുറകോട്ട് എടുക്കുന്നു. ശാമ്പവി പളനിയും ശബരിമലയും പിന്നെ തിരുപ്പതിയൊക്കെ ഇല്ലേ? ആ പറയട്ടെ, ഈ തിരുപ്പതിയൊക്കെ കുന്നിൻ്റെ മണ്ടേലായിരിക്കുന്നേ. അതുപോലെ നമ്മുടെ വീടും. നമ്മുടെ വീടോ? മുന്നോട്ട് പോകാം, കാണിച്ചു തരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ പോലുള്ള ക്ഷേത്രങ്ങൾ പോലെ ഉള്ള വീടുകൾ
മണ്ടയിലിരിക്കും. കുന്നിൻ്റെ മണ്ടയിലാണ്. ചെന്നാ കാണാം, അങ്ങോട്ട് ചെല്ല്. അമ്മ അയ്യോ ഓ, അമ്മ എവിടെയാ? അവിടെ കയറി വരണമെങ്കിൽ വണ്ടി ഉള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവരിങ്ങനെ നടന്ന് നടന്ന് അമ്മേ ഈ ജന്മത്തിലുള്ള അമ്പലം ഒരുപാടുണ്ട്. ഈ ജന്മത്തിലെ എല്ലാ പാപങ്ങളും ഏകദേശം തീരും. ഏതമ്പലം? ഇപ്പോൾ പറഞ്ഞ അമ്പലമൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരം എടുക്കും. ശർക്കര മേടിച്ചു, ശർക്കര. ഇന്ന് ഗുഡ് ഗേളാ എൻ്റെ കൊച്ച്, വലിയ അലമ്പൊന്നുമില്ല കേട്ടോ. എന്തിങ്ങനെ ആയിരിക്കണേ? വാവ്, സൂര്യൻ ഉദിച്ചോ? എൻ്റെ പൊന്നെ, അത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഉദിച്ചോ? ആ ഉദിച്ചു. ബാ പോകാം. ഇത് പൂവല്ല, ഇത് മറ്റേ പനിനീർ ചാമ്പയുടെ പൂവ്. ആ പൂവല്ല, കണ്ടോ കിടക്കുന്നുണ്ടോ? എന്ത് രസമാണ് എനിക്ക്. അതാണ് പനിനീർ ചാമ്പയുടെ പൂവ്. എന്ത് ഭംഗിയല്ലേ? ബാടോ വേറിപ്പോ. ഇവിടെ ഒന്ന് ടി വി വെക്കണോ? ഇവിടെ ഒന്ന് ടി വി വെക്കണോ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ടി വി വെക്കുകയല്ല. നേരം കഴുകണം, കാപ്പി കുടിക്കണം, ചായ കുടിക്കണം, വിളക്ക് എത്തിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് ടി വി വെക്കാം. ചെല്ലേ ഓടിക്കോ. അയ്യോ, ഇന്ന് ഞാനായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഇതാ. ജയ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഓടി വാ. കയ്യിലെന്നാ? കയ്യിൽ അതിനാ പറ്റി? അവിടെ നിന്നാ ടവല് ഉണ്ട്. എന്ത് ടവൽ എവിടെ നിന്ന് കിട്ടുക എനിക്ക്? ബാഗിന്നോ? ഇത് കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടോ? ഇത് വേറെ അതേ നാരായണ ഇവിടെ നിൽക്കുന്നു. ഇങ്ങോട്ട് വാ. കുളിച്ചു. നോക്ക് അങ്ങോട്ട് ചെല്ലേ. കോഴിക്കുഞ്ഞുങ്ങളെ നോക്ക്, വേറെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടോ? ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ ഇട്ടിട്ട് വിടാം, പക്ഷെ ഇവിടെ അങ്ങോട്ട് വിടാനും പറ്റില്ല. ജയ എന്നെ അടുത്തോണ്ടിരിക്കുക. ജയൻ തേടി. ജയൻ നിൻ്റെ കൂടെ വന്നതല്ലേ? കാണുന്നില്ലോ. എന്നാ എന്നാടി നാരായണി പൊക്കോ. വരുന്നില്ലേ? അവളെ കൊണ്ടങ്ങോട്ടാക്കി ഡ്രസ്സും മാറിയിട്ട്. ചേട്ടാ, ചേച്ചി ജയമ മിനിയാൻ്റെ എത്തുന്നു ചേട്ടാ. മിനിയാൻ്റെ കണ്ടോ? അവളുടെ ഡ്രസ്സൊക്കെ മാറി കൊടുത്തോ? ചായ ഇട്ടായിരുന്നോ? അപ്പളാ അപ്പ വിളിച്ചേ. ചായ ഇടാൻ പറയട്ടെ. നീ അപ്പ ഇട്ടോളൂ. കയറാൻ പറ. ഓടി വന്നെന്നറിയാം അവനെങ്ങാണ്ടാ, അവനെ കണ്ടോണ്ടാ. ഒന്നില്ല അതിനകത്ത് ഇരുന്നേൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അത് അവൻ അങ്ങനെ ആയിരിക്കും. ഇവിടെ എന്തോ സാധനം തൂങ്ങി കിടക്കുന്നുണ്ടോ? ആ ഇവിടെ കണ്ടോ? ഇത് കണ്ടോ? അവിടെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചൊന്നുമല്ലേ, വിളിച്ചെടുക്കത്തില്ലല്ലോ. ഞാൻ മാറാനും കൈ ഫോൺ വേണം എപ്പോഴാലും ഞാൻ എപ്പോഴാലും വിളിക്കാൻ അറിയത്തില്ലേ? അല്ലാതെ ഇറങ്ങി വരാതെ സമയം കഴിഞ്ഞായിരുന്നല്ലോ.
സമയം കഴിയൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് വരാൻ നോക്കാം. പിന്നെ സിംബ ഏൽപ്പിക്കാനാവും പിന്നെ നോക്കിക്കോളൂ. ഇല്ല ഇല്ല ഒന്നും തോന്നില്ല. ഇല്ല. ടോയ്ലറ്റിലാ ഞാൻ